വാർത്ത ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസുവിനെ വൈകിട്ട് 4 മണിവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടത്. കോടതിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ അന്വേഷണ സംഘത്തിന്റെ വാഹനം BJP, കോൺഗ്രസ്, RSP പ്രവർത്തകർ തടഞ്ഞു. പോലീസ് ഏറെ ശ്രമപ്പെട്ടാണ് പ്രവർത്തകരെ മാറ്റിയത്. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലിജോ, ഈ പ്രതിഷേധം കണ്ടു, ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളതാണ്. ഇന്ന് പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ബന്ധമുണ്ടാകാം. ഈ രണ്ടുപേരുടെയും മറുപടികളിൽ നിന്ന് അല്ലെങ്കിൽ മൊഴികളിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ആവശ്യമാണ്. അതുകൂടി പരിഗണിച്ചായിരിക്കാം ഒരുപക്ഷെ ഇന്ന് വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടത്. നൗഫൽ 10 മണിയോടുകൂടെയാണ് ഈ കോടതിയിലേക്ക് വാസുവിനെ ഹാജരാക്കിയത്. കൊട്ടാരക്കര ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഹാജരാക്കിയതിന് പിന്നാലെ തന്നെ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും തുടർന്ന് ഇന്ന് വൈകുന്നേരം 4 മണി വരെ കസ്റ്റഡിയിലേക്ക് വിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. തിരികെ ഇറക്കുന്ന സമയത്തായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോടതിക്ക് പുറത്ത് തന്നെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിൽ പോലും നൂറുകണക്കിന് പ്രവർത്തകർ എത്തിയിരുന്നത് കൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വാസുവിനെ 4 മണി വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. നേരത്തെ ഷിജോ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള സമയമെന്ന് പറയുന്നത് കൃത്യമായ കാര്യം, ഇതുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘം അത് വിശദമായി ചോദ്യം ചെയ്യും. കാര്യം കൂടുതൽ ഇതിനുശേഷം ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ സമയം ഇനി കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതായാലും ഒരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയും ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.